യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും അല്ല പിന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡിസൈനിങ് വർക്ക്സ് ഒക്കെ എനിക്ക് ഡിസൈനേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലും ഡിസൈനേഴ്സിനെ കൊണ്ടാണ് ചെയ്യുക. സപ്പോസ് അവരില്ലാത്ത പക്ഷം ഞാൻ ചിലപ്പോൾ ക്യാൻവ യൂസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. മോസ്റ്റ്ലി എപ്പോഴും ഞാൻ നോക്കാറുണ്ട്. യൂസ് ചെയ്യാറ് ChatGPT ആണ്. മേ ബി അതിപ്പോ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ അതിനൊരു ക്യാപ്ഷൻ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാഷ്ടാഗ് ജനറേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മളൊരു പേജ് ക്ലയന്റിനോട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ബയോ കൊടുക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ ആ ക്ലയന്റിന്റെ എന്താണോ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അത് റിലേറ്റഡ് ആവുന്ന രീതിയിൽ ബയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ChatGPT യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ടൂൾ ChatGPT ആയിരിക്കും എനിക്ക്. ChatGPT ആണ്. അതൊരു അതെ LLM കൂടെ ആണല്ലോ. അതെ അതെ. അപ്പൊ അതാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെ ChatGPT ആയിരിക്കും. അല്ലാതെ വേറെ അങ്ങനെ ടൂൾസ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഒരുപാട് ടൂൾസ് ഉണ്ട് നമുക്കിപ്പോ. എന്താ അതെ പറയാ, അതെ അതെ. ഇപ്പൊ നമുക്കിപ്പോ ഈ പറഞ്ഞ SEO ചെയ്യാനാണ് നമുക്ക് ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ChatGPT യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, വേറെ ഇപ്പൊ എഡിറ്റിങ്ങിനാണെങ്കിലും പോസ്റ്റേഴ്സ് മേക്കിംഗ്, പോസ്റ്റർ ചെയ്യാനാണെങ്കിലും ആനിമേഷൻ ചെയ്യാൻ, ഇതിനൊക്കെ ഓരോ സെക്ഷനും ഓരോ ടൂൾ ഇപ്പൊ കറന്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പിന്നെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ചിലത് മാത്രമായിരിക്കും നമുക്ക് ഫ്രീ വേർഷൻ കിട്ടുക, ബാക്കിയൊക്കെ നമ്മൾ പ്രീമിയം വേർഷൻ പേ ചെയ്ത് എടുക്കേണ്ടി വരും. അതെ. പ്രീപെയ്ഡ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണല്ലോ. ഇപ്പം ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കുക, പിന്നെ അതിനെ പിന്നെ ആ എമൗണ്ട് വാങ്ങിക്കുക എന്നുള്ളതാണല്ലോ. ആ അപ്പൊ അവർക്ക് അവരുടേതായ സൈഡിൽ നിന്നുള്ള എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ. തീർച്ചയായും എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇതും കൊടുത്തു. ശരിയാണ്. ഈ അതെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതും ഒരു മാർക്കറ്റിംഗ് രീതിയാണല്ലോ. അതിപ്പോ ജിയോ അതെ എന്ന അതെ സിം അംബാനി അവതരിപ്പിച്ച സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ. അതേ സ്ട്രാറ്റജി അതെ. തന്നെയാണ് AI ഇപ്പോൾ യൂസ് ചെയ്യുമ്പോഴും AI കൊണ്ട് ഇപ്പൊ നിലവിൽ കറന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. കാരണം ആദ്യം AI അതെ ഫ്രീ അതെ. ആയിട്ട് കൊടുത്തു, അപ്പൊ ആൾക്കാർ യൂസ് ചെയ്തില്ല. പിന്നെ AI എന്താന്ന് മനസ്സിലാക്കി ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി, അപ്പൊ അവന്മാർ പ്രീമിയം ആക്കി തുടങ്ങി. ഇപ്പൊ AI വൈ ആ ഞാനിപ്പോ റീസെന്റ് ഞാനിപ്പോ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ. അപ്പൊ അതില് അടുത്ത 10 വർഷത്തേക്ക് ഏറ്റവും സ്കോപ്പുള്ള ജോലി എന്ന് പറഞ്ഞ് നോക്കിയപ്പോ അതിൽ കണ്ടത് ChatGPT ഡെവലപ്പർ ആവാ, ChatGPTക്ക് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ആ ഓക്കെ. ChatGPT പ്രൊമോഷൻ, കോഡിങ്, ഇതാണ് അടുത്ത 10 കൊല്ലം ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അതിൽ വന്നതാണ് ChatGPT ആണ്. അത്രയും മാത്രം നമ്മുടെ AI ചാറ്റ് ജി ടൂൾസ്. പി ടിയില് അല്ല, ചാറ്റ് ജി പി ടിയിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അത് അറിയാവോ? അതെങ്ങനെ? ChatGPT ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കീ നമ്മളിപ്പോ എന്താ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു എന്താ പറയാ ഒരു SEO പോസ്റ്റ് വേണം, ബ്ലോഗ് പോസ്റ്റ് വേണം. നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ചിലപ്പോ നമ്മുടെ ഇപ്പോ സ്റ്റഡി അബ്രോഡിന് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു കീവേഡ് സെർച്ച് ചെയ്ത് അതിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പക്കയായിട്ടുള്ള പ്രോംപ്റ്റ് അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരു കോഡിങ് ഉണ്ടാവണമല്ലോ. അപ്പൊ ആ അതെ ഒരു അതെ അതെ. കോഡിങ് നടക്കുക, അതായത് നമുക്ക് അതിന്റെ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താൽ കിട്ടണമെന്നില്ല. സോ ലാബ്സിൽ അത് പ്രോംപ്റ്റ് ചെയ്യാൻ അതിന് എക്സ്പെർട്ട് ആയിട്ട് ഒരാൾ, ആ ഒരു ടീം അതിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഇത് വരുന്നത്. സോ അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ പലതും ഇപ്പോ ChatGPT പല കാര്യങ്ങളിലേക്ക് ChatGPT മാറ്റി ബ്രോ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ. ഹലോ ബ്രോ, ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നല്ലേ അതല്ലേ? ഞാൻ ഇതിലൊന്ന് ഇന്റർഫിയർ ചെയ്യാണ്. പിന്നെ നമ്മള് ChatGPT ആ ആ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ നമുക്ക് ആ പ്രോംപ്റ്റ് ആ. എഞ്ചിനീയർ നമുക്കാണ്ട് തന്നെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. പ്രോംപ്റ്റ് എഞ്ചിനീയർ, പ്രോംപ്റ്റിംഗ് അതെ എന്നുള്ള ഒരു മെത്തേഡിലാണ്. അപ്പൊ അതെ ഈ അതെ അതെ ഉണ്ട് ഉണ്ട്. പ്രോംപ്റ്റ് ചെയ്യാൻ പഠിക്കൽ എന്നുള്ളതാണ് അതിന് മെയിൻ സംഭവം ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവര് ചോദിച്ചില്ല, ChatGPT വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യും. ChatGPT പ്ലസ് വെച്ചിട്ട് ടൂൾസുകൾ കുറെ ഉണ്ടാക്കുന്നുണ്ട്. ChatGPTന്റെ മാർക്കറ്റ് പ്ലേസ് തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ChatGPT ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ ടൂൾസ് എന്ന് പറഞ്ഞ ഏരിയകളുണ്ട്. എക്സാമ്പിള് ഇപ്പൊ ChatGPT എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ മാർക്കറ്റ് പ്ലേസ് ആയിട്ട് അതിനെന്തോ ഒരു പേര് പറയും, ഞാൻ നോക്കട്ടെ. എക്സ്പ്ലോർ GPT എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. എക്സ്പ്ലോർ ജി പി ടി അല്ലേ? എക്സ്പ്ലോർ GPT ഇത് ഈ ആ സാധനം, ഇതൊക്കെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിലിടുന്നുണ്ട്. ഇത് ആ ഫ്രീ ആയിട്ട്, ഓക്കെ. ഇത് ടൂൾസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ. ആദ്യം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിലുള്ള ചെറിയ ചെറിയ പ്രോംപ്റ്റുകളാണെങ്കിൽ കൊടുക്കുക. ചിലപ്പം വലിയ ആൾക്കാർ ഞാനൊക്കെ കൊടുക്കൽ കൂടുതൽ കുറേ കാര്യങ്ങൾ അതിൻ്റെ നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ
അത്രത്തോളം നമ്മൾ അതിനുള്ള പ്രൊഡക്ടിവിറ്റി കൂടും. പിന്നെ അത് മാത്രമല്ല, അത് യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കാര്യം ഈ പ്രോംപ്റ്റ് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ സെർച്ചിൻ്റെ മെക്കാനിക്സ് ആണ് മെയിൻലി. സെർച്ചിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സെർച്ചിങ് എന്ന് പറഞ്ഞ സാധനം അറിയും. സത്യം പറഞ്ഞാൽ ഈ പ്രോംപ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സെർച്ചിങ് അറിയുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോംപ്റ്റിംഗ് പഠിക്കും. നമ്മളൊക്കെ പണ്ട് പിന്നെ ഒരു ബഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് 1 ദിവസം 2 ദിവസം നമ്മൾ ആ സെർച്ച് കീവേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യും. എന്താ വെച്ചാൽ ആകെ ചിലപ്പം ചെറിയ എറർ കോഡാണ്. ഈ എറർ കോഡിലാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് വന്ന് എങ്ങനെ വന്നു എന്നുള്ളത് സ്റ്റാക്ക് ഓവർഫ്ലോയിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത്രയും ദിവസം നമ്മൾ ഈ സെർച്ചിന് ഒരു പേരുണ്ടാവും ചിലപ്പം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ റീനെയിം വന്നത്, ഈ റീനെയിമിനെ തന്നെ പല രീതിയിൽ നമ്മൾ പറയും. അതിന് നമ്മൾ പിന്നെ അതുപോലെ തന്നെ പല കോണ്ടെക്സ്റ്റിലാണ് പല രീതിയിലാണ് ഈ റീനെയിം എന്ന വേർഡിനെ തന്നെ നമ്മൾ പറയാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫയലാണെങ്കിൽ അതിന് റീനെയിം എന്ന് വിളിക്കും. മറ്റൊന്നാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എഡിറ്റ് ചെയ്തതായിരിക്കും, അപ്ഡേഷൻ ആയിരിക്കും, നെയിം അപ്ഡേഷൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ പല രീതിയിൽ നമ്മൾ ഓരോ ടേമിനും ഓരോ കാര്യങ്ങളാണ്, ഓരോ രീതിയിൽ ഓരോ പ്ലാറ്റ്ഫോമിൽ ഓരോ സാധനം ചെയ്യുമ്പോൾ ഓരോ പേര് പറയും. ഇപ്പോൾ ഞാൻ ഇൻ്റർഫേ ചെയ്തതെന്ന് വെച്ചാൽ ChatGPTയിൽ ഡെവലപ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ വളരെ കുറവ്. ഡെവലപ്പേഴ്സ് എന്നുള്ളത് അതിൽ വരുമ്പോൾ നമ്മൾ AI ML റിലേറ്റഡ് ആണ് അതിൽ വരിക. അതിൻ്റെ ഡെവലപ്പിംഗ് വരെ AI ഡെവലപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് സൊളോണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെവലപ്പിംഗ് ലാംഗ്വേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് പിന്നെ പ്രോംപ്റ്റ് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരറിയോ? മലയാളികൾ തന്നെ ഉണ്ട്. പ്രോംപ്റ്റ് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെ കോൺസെപ്റ്റ്? അപ്പൊ എന്താ പ്രോംപ്റ്റ് വിറ്റ് കോൺസെപ്റ്റ് ആൾക്കാർ വിലക്ക് മേടിക്കുന്നുണ്ട്. പ്രോംപ്റ്റ് വിൽക്കുന്നുണ്ട്. പ്രോംപ്റ്റ് ഗംറോഡിലൊക്കെ പ്രോംപ്റ്റ് വിൽക്കുന്നുണ്ട്. ഇപ്പം അതാണ് ഇപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ പ്രോംപ്റ്റ് സെല്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? ഇപ്പം ആവശ്യക്കാരാരാണ്, അത് വാങ്ങിക്കുന്നവരാരാണ്? ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ SEO ചെയ്യുന്ന ആൾക്കാരില്ലേ, SEO ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഇപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനുള്ള ഓരോ പ്രോംപ്റ്റും സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ആവശ്യമുള്ള ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ കണ്ടന്റിൻ്റെ ഹെഡിങ് മാത്രം കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ആ പ്രോംപ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു സ്ട്രക്ചറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓർഗനൈസ് ചെയ്ത് വരും. അങ്ങനെ പ്രോംപ്റ്റ് കിട്ടാനുണ്ട്, ഇഷ്ടംമാതിരി ഫ്രീ പ്രോംപ്റ്റ് കിട്ടാനുണ്ട്. ലിങ്ക്ഡിനിലും ഇതിലേക്ക് പിന്നെ ടെലഗ്രാമിലൊക്കെ ഫ്രീ പ്രോംപ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൈസക്ക് പ്രോംപ്റ്റുകൾ വിൽക്കുന്നുണ്ട്, ആൾക്കാർ മേടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലീഡ് ജനറേഷന്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ വേറൊരു ഭാഗമാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ആൾക്കാർ. അവരാണ് കൂടുതൽ ഈ പ്രോംപ്റ്റ് മേടിക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണ് മെയിൻലി മേടിക്കുന്നത്. പിന്നുള്ളത് സ്ക്രിപ്റ്റുകളുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടികളുണ്ട്. ഇപ്പോൾ കസ്റ്റം സ്ക്രിപ്റ്റിംഗ്, ഇപ്പോൾ എക്സാമ്പിൾ എക്സൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സലിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എക്സലിൻ്റെ GPT ഉണ്ട്. എക്സലിൻ്റെ GPT ഹൈടെക് ആയ ഒരാളുണ്ട്, നമ്മൾ കേരളത്തിൽ തന്നെ ആളുണ്ട്. അതിൻ്റെ ഒരു പേരുണ്ടാവും, ഞാൻ നോക്കി പറഞ്ഞുതരാം. കേരളത്തിലല്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളുണ്ട്. മൂപ്പര് അതിൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പേരെന്ത്? എക്സലിലൊക്കെ GPT ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊരു സാധ്യത എന്തായാലും വരുമല്ലോ അതില്. എക്സലിൽ നമുക്ക് ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അതല്ലാതെ പുറത്ത് നമുക്ക് എക്സൽ പഠിക്കാൻ എക്സലിന്റെ ഏത് നമ്മൾ സിമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്താലില്ല, അതിന്റെ അടക്കം നമുക്ക് ഫോർമാറ്റ് അടക്കം കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി GPT അതിന് ഉള്ളിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉണ്ട്, രണ്ടാമത്തെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഈ എക്സ്പ്ലോർ GPTയിൽ അങ്ങനെ നമ്മളുടേതായ ടൂളുകൾ ഉണ്ടാക്കാൻ പറ്റും. എനിക്കൊരു എൻക്വയറി വന്നിരുന്നു ഇതേമാതിരി എക്സ്പ്ലോർ GPTൻ്റെ വേറൊരു ടേം ഉണ്ട്, ഈ AI ടൂൾസ് വിൽക്കുന്ന കുറേ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ AI എവരിഡേ, അതുപോലെ തന്നെ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ ലിസ്റ്റ് ചെയ്യുന്നത് ദിവസം പുതിയ പുതിയ പ്ലാറ്റ്ഫോംസുകൾ AI വരുന്നുണ്ട്. അപ്പൊ അതിന് മാർക്കറ്റിംഗ് പ്രൈസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിപ്പോ AIന്റെ കുറെ പ്രൊഡക്ട്സുകൾ ഉണ്ട്. ഇപ്പൊ സോഹ ആയിക്കോട്ടെ, ഇവരൊക്കെ എല്ലാവരും AIയിൽ ഇപ്പൊ ആദ്യം NVIDIA എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ആദ്യം മനസ്സിലാക്കണം. NVIDIAനെ നമ്മളെ നാട്ടിൽ അത്ര മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ NVIDIA വെച്ചിട്ട് NVIDIA സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്.
ഈ ഗ്രാഫിക്സ് കാർഡ് കമ്പനി എന്നുള്ള ഇത് AI ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ നടത്താൻ ചാൻസ് ഉള്ള കമ്പനി ഇതാണ്. എന്താ വെച്ചാൽ AI ചിപ്സ് എന്നുള്ള ലെവലിലൂടെ വന്നിട്ട് പിന്നെ ഒരു LLMകൾ ഉണ്ടാക്കുന്നുണ്ട്. അവർ 100 ടൺസ് ഇഷ്ടംമാതിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഇന്റർവെൽ എന്നുള്ള കമ്പനിക്ക് നമ്മുടെ കേരളത്തിലുള്ള ഇന്റർവെൽ എന്നുള്ള കമ്പനിയുണ്ട് 112 ഷെന്നി. അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ആക്സിലറേറ്റിംഗ് ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. അവർ ഓരോ സെക്ഷനത്തെയും ഒരു ടോപ്പ് 100 ടീമിനെ അവർ എടുക്കുന്നുണ്ട്, അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ AI. അപ്പോൾ ഇത് എഡ്യൂക്കേഷനിൽ അവർക്ക് സെലക്ഷൻ കിട്ടിയതാണ്. ഓക്കെ. അപ്പോ നമുക്കൊക്കെ അതിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ലിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമുക്ക് അത് അപേക്ഷിക്കാം. ഫ്രീ ആയിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് ഗൈഡ് തരും. എന്നിട്ട് അവർക്ക് അവർക്ക് AI മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ ഉപയോഗിക്കുന്ന എത്രത്തോളം ആൾക്കാർ ഡാറ്റ സെറ്റ് ഉണ്ടോ അത്രത്തോളാണ് അതിൻ്റെ ഇത് വരിക. പിന്നെ അതിൽ AI മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കോണ്ടെക്സ്റ്റ് എന്ന് പറയും. ഈ കോണ്ടെക്സ്റ്റുകൾ മില്യൺ ലെവലിൽ അങ്ങനെ കൂട്ടിക്കൂട്ടി വരികയാണ്. ഈ അപ്പോൾ ഒരു ഏറ്റവും ബെറ്റർ AI ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഓരോ AI ഇപ്പോൾ 4 GPT-4 വന്നാലും അതിൽ കോണ്ടെക്സ്റ്റ് എന്നുള്ള സാധനം കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്, കോണ്ടെക്സ്റ്റിൻ്റെ എന്തോ വേറൊരു പേരും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ KPIs വരുന്നത് മെയിൻലി അതാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിപ്പോൾ അശ്വിന് പറഞ്ഞത് കാര്യങ്ങൾ സാധാരണ GPT ആണ്, GPT ഉപയോഗിച്ചാൽ തന്നെ മതി. പക്ഷെ മറ്റുള്ള രീതിയിൽ നമുക്ക് പ്രോംപ്റ്റിങ് എന്ത് തന്നെ ഉപയോഗിക്കാൻ അറിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പ്രോംപ്റ്റിങ് കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് പ്രോംപ്റ്റിങ് നല്ല രീതിയിൽ അത് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് സെർച്ചിങ് അറിയണവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇത് ഒരു വർക്ക്ഷോപ്പ് പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രോംപ്റ്റ് നമ്മളൊരു പർട്ടിക്കുലർ സബ്ജക്ട് എടുക്കുക, അതിൽ നമുക്ക് ആ പ്രോംപ്റ്റ് എക്സ്പേർട്ട് ചെയ്യാനുള്ള, ഇപ്പം ആൾക്കാർ പ്രോംപ്റ്റ് സെല് ചെയ്യാന്നുള്ള, ഇപ്പം ബ്രോ പറഞ്ഞല്ലോ പ്രോംപ്റ്റ് സെല് ചെയ്യാന്നുള്ള, ഈ പ്രോംപ്റ്റ് സെല് ചെയ്യാന്നുള്ള സംഭവം അതൊരു എക്സ്പേർട്ട് ചെയ്തായിരിക്കും. അതായത് ഒരു എക്സ്പേർട്ട് ഇ ബുക്ക് ആയിട്ട് എല്ലാം ചെയ്തെടുത്ത് ഇ ബുക്ക് ആയിട്ട് ആൾക്കാർ സെല് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പക്ഷെങ്കിൽ അതിനെക്കാട്ടിയും വലിയ രീതിയിൽ അതിനെക്കാട്ടിയും അപ്ഡേറ്റഡ് ആയിട്ട് നമുക്കും പ്രോംപ്റ്റ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ എക്സ്പേർട്ട് ആയിട്ടുള്ള പുള്ളി ജനറേറ്റ് ചെയ്തതിനെക്കാട്ടി കുറച്ചുകൂടെ നന്നായിട്ട്. ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ, നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നതോറും ഇത് പിന്നെയും നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് നമുക്കിത് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിൽ നിന്ന് ഇൻഫർമേഷൻസ്. ഓക്കെ, ഞാൻ ഒരു സജഷൻ കൂടി വരികയാണ്. മെറ്റന്റെ ഇപ്പൊ വാട്സപ്പിൽ എന്ത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് മെറ്റന്റെ AIയും കൂടി ചെറുതായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പൊ GPT ഉപയോഗിക്കുന്ന പോലെ തന്നെ മെറ്റന്റെ GPT നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെല്ലാവരും ഒന്ന് ചെറുതായിട്ട് ട്രൈ ഔട്ട് ചെയ്യണം. വെച്ചാൽ നമുക്ക് നമ്മളെ വാട്സപ്പിൽ തന്നെ പെട്ടെന്ന് കുറച്ച് നല്ല രീതിയിലുള്ള ഇൻപുട്ട് വരുന്നുണ്ട്. അത് ലൈവ് ഇൻഫർമേഷൻസ് ആയിരിക്കും അല്ലെ കിട്ടുന്നത്? ലൈവ് ഇൻഫർമേഷൻസ് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന് ആരും ഉപയോഗിക്കുന്നതായിട്ട് ഇവരും പറഞ്ഞിട്ടില്ല. പെർപ്ലക്സിറ്റി ഉപയോഗിച്ച് പഠിക്കണം. എന്തിനാ വെച്ചാൽ അതെന്തിനാ വെച്ചാൽ റിസർച്ചിങ് ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ SEO ആയിക്കോട്ടെ, SEO ഇപ്പോൾ ഒരു ടീമിനെ പറഞ്ഞത് കൂടുതലും പെർപ്ലക്സിറ്റിയിലൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ SEO എന്നുള്ള ടേമിനെ മാറ്റി GEO എന്നുള്ള രീതിയിൽ ജനറേറ്റീവ് പിന്നെ എന്താണ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ GEO എന്ന് പറഞ്ഞ ഒരു ഇതിലേക്കാണ് ഇനി പോകുന്നത്. SEO മാറ്റി GEO ആണ്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നമ്മളെ കമ്മ്യൂണിറ്റി നമ്മളെ ഡിസ്കഷൻസ് നമുക്ക് കൊണ്ടുപോകണം. GEOയിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ആൾക്കാർക്ക് അറിയാത്തൊരു ഏരിയയാണ്. അതിൽ മെയിൻലി നമ്മൾ പഠിക്കേണ്ടതുള്ളൂ, എന്തിനും പഠിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരാളായാലും ഞാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കസ്റ്റമറിന് നല്ല രീതിയിൽ നല്ല റിസൾട്ട് കൊടുക്കണം. അപ്പോൾ അതിന് അവരെന്താണ് ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റ് തെറ്റാണെങ്കിൽ അതിൽ തന്നെ ഉണ്ട്. GPTയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്കും അൺലൈക്കിന്റെ ഒക്കെ ബട്ടൺ ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈക്കും അൺലൈക്കും ബട്ടൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ഇതൊക്കെ അവര് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഇതിന്റെ ഒക്കെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇപ്പോൾ ഓരോ ടൈമിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഈ AI എന്നുള്ള സാധനം നമ്മളെ ഹെൽപ്പേ ചെയ്യുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളതും യൂട്ടിലൈസ് ചെയ്ത് ഇപ്പം ഞാനിപ്പോൾ 2-3 കാര്യം, ഒന്ന് പറഞ്ഞത് മെറ്റ AI ഉപയോഗിക്കുക, പെർപ്ലക്സിറ്റി AIയും പിന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. GPT ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
ക്രിയേറ്റീവിന്റെ സാധനം ഐഡിയോഗ്രാം കേട്ടിക്കണം ആരെങ്കിലും? ഞാൻ ഇന്ന് ആ ടൂളിനെ കുറിച്ചിട്ടാണ് ഇടുന്നത്. ഡെയിലി ടൂൾ അല്ല, ഞാനൊരു റിവ്യൂ ചോദിച്ചു നോക്കട്ടെ. ഞാൻ എന്നും ഡെയിലി ടൂൾസ് ഇടാറുണ്ട്. 80% AI ടൂൾ ഉണ്ട്, മറ്റുള്ളതൊക്കെ ഇടാറുണ്ട്. ഇതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് റിവ്യൂ പറഞ്ഞതാണ്. അതൊന്നും നോക്കിയിട്ട് ബ്രോ ഇട്ടായിരുന്ന 1-2 ഞാൻ യൂസ് ചെയ്തായിരുന്നു. അത് എടുത്തു നോക്കിയായിരുന്നു. പക്ഷെ അത് കുറച്ച് നേരത്ത് പേര് കാണിച്ചായിരുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് അൺഇൻസ്റ്റാൾ കളഞ്ഞു. ഫസ്റ്റ് യൂസ് ചെയ്യാൻ അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷെ അതൊന്ന് ഫെമിലിയർ ആവാന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം. നമുക്ക് ടൂളുകളെ പേര് പഠിക്കലും അത് അറിഞ്ഞിരിക്കലും ഒരു ഫെമിലിയാരിറ്റി വരുന്നത് ഉപകാരമാണ്. ഓക്കെ, നമുക്ക് പ്രോ വേർഷൻസ് ആരെങ്കിലും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാലോ. അതെ. ഇപ്പൊ കസ്റ്റമറെ പിച്ച് ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ കുറച്ചും കൂടെ ഇത് ഈ ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇത്ര രൂപയാണ് ഇത് ഈ ടൂളിന്, അപ്പൊ ഈ ടൂള് കൊണ്ട് ഇന്ന ഉപയോഗങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വീഴ്ത്താൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഓരോ ടൂൾസിന്റെയും പിന്നെ ചെയ്യാൻ അത് സാധ്യത എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് അത് ഓട്ടോമേറ്റ് ആണെങ്കിലും നമുക്ക് ഈ എന്ന് വെച്ചാൽ ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടൈം സേവിങ് ആണല്ലോ. പ്രോപ്പറായിട്ട് ടൈം സേവിങ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം, പിക്ചർ ജനറേറ്റ് ചെയ്യാം. ഇപ്പോഴും ചിലവരൊക്കെ ക്യാൻവ ചെയ്യുന്നതിനെക്കാട്ടിയും നന്നായിട്ട് ചെയ്യുന്ന ജനറേഷൻ ഇതുണ്ടാവുമല്ലോ, പോസ്റ്റർ ജനറേഷൻ ഒക്കെ അല്ലേ? ഉണ്ട്. അത് പ്രോംപ്റ്റ് ഞാൻ ചോദിക്കുന്ന വെച്ചാല് പ്രോംപ്റ്റിങ് ചെയ്യാന് ഇഷ്ടംമാതിരി എത്രയോ മീൻസ് പിന്നെ 2000 വേർഡ്സിലൊക്കെ പ്രോംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് അത്രയും രീതിയിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് ഒരു മെയിൻലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയും കാണാത്ത നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ഒരു ഫാന്റസി ലെവലൊക്കെ ഉള്ള ക്രിയേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ചെറിയ കാര്യം എന്താ വെച്ചാൽ നമുക്ക് പ്രോംപ്റ്റ് ഇതിനു വേണ്ടി പ്രോംപ്റ്റ് വേണമെന്നുകൊണ്ട് ചോദിക്കാൻ പറ്റത്തില്ലേ? അതാണ് ബുദ്ധിപരമായിട്ടുള്ള കളി. എനിക്ക് പ്രോംപ്റ്റ് അറിയില്ല, ഇന്ന ഇഷ്യൂന് എനിക്ക് പ്രോംപ്റ്റ് തരും എന്ന് പറഞ്ഞാൽ അവനും പ്രോംപ്റ്റ് തരും. പ്രോംപ്റ്റ് സ്ട്രക്ചേർഡ് ആക്കണമെങ്കിൽ സ്ട്രക്ചേർഡ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേർഡ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ആക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ വൈസ്ലി അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറുള്ളതാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി പ്രൊഫഷണൽ, അതുപോലെ തന്നെ പിന്നെ അങ്ങനത്തെ കുറച്ച് വേർഡ്സുകൾ ഉണ്ട്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ എന്താണ്, സ്കോളർലി ടോക്ക്. നമുക്ക് കണ്ടന്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കോളർലി ടോക്ക് എന്നുള്ള രീതിയിലുള്ള. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കീവേഡ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധനം എന്ത് ചെയ്യും, ഭയങ്കര വ്യത്യാസങ്ങൾ വരും. ആ സാധനം നമുക്ക് പിന്നെ നമ്മളെ ഇതിൽ ഉപയോഗിച്ചാൽ ഹ്യൂമനൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്യില്ലേ, AI കണ്ടന്റ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം AI ഡിറ്റക്ട് നമ്മൾ പ്രോംപ്റ്റ് ചില രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് ഹ്യൂമനൈസ്ഡ് ആയി മാറും. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പബ്ലിക്കേഷൻസ് പോകേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആൾക്കാർ ഞാൻ ലിങ്ക്ഡിൻ ഉപയോഗിക്കുമ്പോൾ ഇവനെ വലിയ രീതിയിലെ നമ്മളെ റിജോ ഇല്ല, അപ്പൊ ലിങ്ക്ഡിനിൽ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ ഈ സ്റ്റാർ വെച്ചിട്ടുള്ളത് കാണിക്കുന്നുണ്ട്, അത് ഒഴിവാക്കണം. അപ്പൊ അത് ChatGPT ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഡബിൾ സ്റ്റാർ ചെയ്തിട്ട് ബോൾഡ് ചെയ്യുന്ന പരിപാടി. അതിന് പകരം നമുക്ക് ലിങ്ക്ഡിൻ ഫോർമാറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിലിട്ടിട്ട് ആ വാക്കിനെ ബോൾഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാറും ആഷും നിൽക്കുമ്പോൾ വൈൽഡ് കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സ്റ്റൈലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ വേറെ ഫോർമാറ്റിൽ ഇട്ടിട്ട് ആ ഹെഡ് എന്ത് ചെയ്യാ, അതിനെ നമുക്ക് മാറ്റാം. വേറെ ഫോണ്ട് വെച്ചിട്ട് ആ കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്താൽ ആ രീതിയിൽ എത്തും. പക്ഷെ അതിലെന്താ, നമ്മളിപ്പോൾ വാട്സപ്പിൽ സ്റ്റാറും ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതേമാതിരി GPT അങ്ങനെയാണ് ഒരു ചെയ്യുന്നത്. പക്ഷെ ആ സാധനം നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നത്, 2 സ്റ്റാർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അത് ആ ഒരു സാധനം അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും GPT ബേസ്ഡ് ആണെന്ന്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മള് GPT ആണെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഇത് അറിയാം. പക്ഷെ എന്നാലും നമ്മളൊരു പ്രോംപ്റ്റിങ് ഡിഫറെന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിലൊരു വ്യത്യാസം വരും. നമ്മൾ പ്രോംപ്റ്റിങ്ങിനനുസരിച്ച് ഡിഫറെന്റ് കാര്യങ്ങൾ നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾ അഡീഷണൽ ആയിട്ട് ഞാൻ ഇത് പറഞ്ഞു നിർത്തുകയാണ്. അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ഇൻഫർമേഷൻ നമ്മളെ രീതിയിൽ കൊടുക്കാനും പറ്റും. എക്സാമ്പിൾ എനിക്കിപ്പോൾ റിയാസ് ബ്രോനെ കുറിച്ചിട്ട് കുറച്ചറിയാം. പിന്നെ റിയാസ് ബ്രോനെ എന്ത് ചെയ്യണം, റിയാസ് ബ്രോന്റെ ഒരു ID എടുത്ത് റിയാസ് ബ്രോന്റെ ഒരു യൂട്യൂബ് ചാനൽ എടുത്തിട്ട് പ്ലീസ് ഇതിന്റെ പോസ്റ്റ് വേണം എന്നിട്ട് പറഞ്ഞ് അഡീഷണൽ
ഇതിനെയും കൂടി കൺസിഡർ ചെയ്യണം. ഞാൻ ഇരാസ് ബ്രോ എന്ന് പറഞ്ഞതിൽ കൊച്ചി ഇതിന്റെ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ ഞാൻ ഡെയിലി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതും കൂടി കൊടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആകുമ്പോഴാണ് പേഴ്സണലൈസ്ഡ് ആക്കാം. അതെ. അങ്ങനെയാണല്ലോ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക പ്രോംപ്റ്റും എന്റെ രീതിയിൽ കാഴ്ചപ്പാട് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പേഴ്സണലൈസ്ഡ് ആക്കിയിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റഫ് ചെയ്ത് കയറ്റും അതില്. എന്നിട്ട് അതിൽ നിന്ന് നല്ല റീറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഒരു കുറച്ചുകൂടെ നന്നായിട്ടുള്ള വേർഷൻ കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഞാൻ മോസ്റ്റ്ലി അതിൽ നിന്ന് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പിന്നെ ഒറ്റ വേർഡ് പാരാഫ്രൈസ് എന്ന് പറയും. നമ്മള് പാരാഫ്രൈസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാധനം കിട്ടി അതിനെ നമ്മൾ പാരാഫ്രൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ആ കണ്ടന്റ് തന്നെ ആയിരിക്കും, പക്ഷേ മാസമൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തരും. ഇപ്പൊ എക്സാമ്പിൾ ഒരു വാക്കിനെ തന്നെ സിമിലർ ആയിട്ടുള്ള അതിന്റെ അനോണിമസ് ആയിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ അനോണിമസ് വാക്കുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കാം. പിന്നെ ആയിക്കോട്ടെ ബ്രോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് 3 ടൂൾസ് ആണ് എന്റെ വക പറഞ്ഞത്. ഓക്കെ, GPT, എക്സ്പ്ലോർ നമ്മൾ ഉപയോഗിക്കാൻ, എക്സ്പ്ലോർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ പെർപ്ലക്സിറ്റി ആയി ഉപയോഗിക്കുക, അതുപോലെ തന്നെ മെറ്റന്റെ AI ഉപയോഗിച്ച് വെക്കുക. പിന്നെ ബാക്കി ഐഡിയോഗ്രാം ആണ് ഞാൻ ഇതിനു വേണ്ടി പറയുന്നത്. ഞാൻ ഇന്ന് ടൂൾസ് ആയിട്ടില്ല. ഐഡിയോഗ്രാം ഇപ്പോ പിന്നെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ക്രിയേറ്റീവ്സ് മീൻസ് ക്യാൻവൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞില്ല, ഇതേപോലെ തന്നെ അങ്ങനത്തെ ഇതൊക്കെ. ലോഗോ ക്രിയേഷൻ അല്ലല്ല, ഫ്രീ. അത് 10 ദിവസവും അതിന് 40 ക്രെഡിറ്റ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി അവിടെ കാണിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. 40 ക്രെഡിറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര എണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു 5-6 എങ്ങനെയാലും കിട്ടും. അതിൽ തന്നെ ഒരു ക്രെഡിറ്റ്, ഒരു ക്രിയേഷനിൽ തന്നെ 4 ടൈപ്പ് വരും ചെയ്യും. അങ്ങനെ ഉണ്ട് ഒരു ബെനിഫിറ്റ്. 4 ഓപ്ഷൻ വരും. ഒറ്റ പിന്നെ പ്രോംപ്റ്റിൽ 4 ജനറേറ്റ് ആവും. ഐഡിയോഗ്രാം അടിപൊളിയാണ്. മീൻസ് അത് അങ്ങനെ പലതും ഉണ്ടാവും. പോസ്റ്റർ ആയിട്ട് ഇപ്പം ഫേസ്ബുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റർ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോ തന്നെ അതില് പിന്നെ ക്രിയേറ്റ് ചെയ്ത് വരുമല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മള് ഇൻസ്റ്റഗ്രാമിന്റെ മെറ്റയുടെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ ഇത് എന്തെങ്കിലും പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം അതിന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ എന്താണ് നമ്മൾ എന്താണ് അടിക്കുന്ന സാധനം ഇതിൽ വരണമല്ലോ ഈ ഒരു ടൂൾ ഇതില്. ടെക്സ്റ്റുകൾ കൊടുക്കണമെങ്കിൽ അത് ഹെഡ്ലൈൻ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ അത് ടെക്സ്റ്റ് ആയിട്ടാണ് വരേണ്ടത് എന്നുള്ളത് അതിൽ കാണിക്കണം. അതാണ് മെയിൻ. ടെക്സ്റ്റ് എങ്ങനെയാണ് അതിൽ വേണ്ടത് എന്നുള്ളത് പഠിക്കണം. നമ്മളിപ്പോ ഒരു പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഇന്ന ടെക്സ്റ്റ് ആയിരിക്കണം, ഇന്നതായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന സൈഡിൽ ഇന്ന അലൈൻമെന്റിൽ ഇന്ന കൊടുത്ത് വരണം എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇന്ന കാര്യങ്ങൾ ഇന്ന കളറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചെയ്യാൻ പറ്റും. പ്രോംപ്റ്റിങ് നമുക്ക് അത് ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അവർ ഉപയോഗിച്ച പ്രോംപ്റ്റുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോംപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ രീതിയിൽ ഒരു കുറച്ചും കൂടി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അവർ പ്രോംപ്റ്റുകൾ കാണിച്ചു തരും. ഈ ജനറേറ്റ് ചെയ്ത സാധനത്തിന്റെ പ്രോംപ്റ്റ് നമുക്ക് കാണിച്ചു തരും. അതെ. എനിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ഉണ്ടെന്ന് തോന്നുന്നു. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞാലും ഇഷ്ടംപോലെ ഉണ്ടാവും. ഇഷ്ടംപോലെയുണ്ട്. അത് സെർച്ചിങ് പഠിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കുറച്ച് മടിക്കാൻ പാടില്ല. ഞാൻ മെയിൻ പറയുന്നത്, പ്രോംപ്റ്റ് ചെയ്യണതിന് ഒരിക്കലും മടിക്കരുത്. എത്രത്തോളം കാര്യങ്ങൾ ഉൾപ്പെടുത്തി, എത്ര സെന്റൻസ് ഉണ്ടായിക്കോട്ടെ, എത്ര വേർഡ്സ് ഉണ്ടായിക്കോട്ടെ, ഒന്നും പ്രശ്നമില്ല. അപ്പൊ അതിനനുസരിച്ച് ക്വാളിറ്റി കൂടുകയും ചെയ്യുള്ളൂ. നമ്മൾ കുറച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ മടുക്കും. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവുന്ന നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് അതിന് ആ എക്സാക്ട് സിനാരിയോക്ക് അനുസരിച്ചുള്ള ഇതെടുക്കും. എക്സാമ്പിൾ ഞാൻ ചിലത് സ്പെല്ലിംഗ് എനിക്ക് മിസ്റ്റേക്ക് തന്നെ ഉണ്ടാവും, പക്ഷെ എനിക്കറിയാം, പക്ഷെ എനിക്ക് ഉദ്ദേശിച്ച അതേ സാധനമായിട്ട് കിട്ടുക. അതാണ് അതിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ അത് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. ഞാനവിടെ എനിക്കറിയാത്തൊരു പുതിയൊരു സാധനം വന്നതായിരുന്നു. പൈത്തണിൽ ഒരു സെർവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ സെർവർ സൈഡ് പിന്നെ ആ ഒരു ലെവലിൽ നമ്മൾ OS ഇല്ലേ, പൈത്തൺ വെച്ചിട്ട് OS സെർവേഴ്സ് മാനേജ് ചെയ്യണം. അപ്പം അതിനെ കുറിച്ചിട്ടുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അടിച്ചു, ഡയറക്റ്റ് ആയിട്ട് കാര്യം കിട്ടി. അപ്പോൾ ബേസിക് നോളജ് നമ്മൾ അക്വയർ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
അപ്പൊ മറ്റു ആൾക്കാർക്ക് ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം ഇതിന്റെ അകത്ത് പിന്നെ ഇതില് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, സംസാരിച്ച് ആർക്കൊക്കെ ഹാൻഡ് റൈസ് GPT-4 ആർക്കുണ്ട്? അല്ല ഒറ്റ മിനിറ്റ് ബ്രോ. ആരെങ്കിലും എന്തെങ്കിലും ഇത് പറയണമെന്ന് ഹാൻഡ് റൈസ് ചെയ്താലും നമ്മൾ അത് നിർത്തിയിട്ട് ആളെ കൊണ്ട് പറയിപ്പിക്കും. ഓക്കെ. അനൂപ്. ഹലോ അനൂപ്. ഹലോ ഒറ്റ നമസ്കാരം. മിനിറ്റ് ഷബീർ ബ്രോ. ഷബീർ ബ്രോ. പറയട്ടെ. റീസെന്റ് ആയിട്ട് നീൽ പട്ടേലിന്റെ ഒരു വെബിനാർ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ChatGPT വരും, അത് ഗൂഗിളിനെ ബീറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? സെർച്ച് GPT അല്ലേ കുറച്ച് അതിന്റെ ഹൈപ്പ് വേറെ തുടങ്ങിയിട്ട്. പക്ഷെ ഗൂഗിളിന് അത്ര ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ സോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഗൂഗിളിനെ ബീറ്റ് ചെയ്യുള്ളൂ. ഗൂഗിളിനെ പഠിക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതില് ഇപ്പോ നമുക്കിപ്പോ ChatGPT വന്നപ്പോ മെയിൻലി ഒരു വെബ്സൈറ്റിന് വേണ്ടി കുറച്ച് ഡിം വന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അത് മൊത്തം പേര് എല്ലാം എടുത്ത് പഠിച്ചിട്ട് അതിൽ നിന്നുള്ള ഓൾഡ് കണ്ടന്റ്സ് ഒക്കെ ഓൾറെഡി എന്ത് ചെയ്യും ഇവര് ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷേ സെർച്ചിലായിട്ടുള്ള ഈ സാധനം ഉണ്ടല്ലോ ഗൂഗിൾ ലിസ്റ്റിംഗ് എന്നാലും നിർബന്ധമായിരിക്കും. ഗൂഗിളിലുള്ള സാധനം വെച്ചിട്ട് ഇതിലോട്ട് വരുള്ളൂ. അത് മാറണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാലും ഒരു 2 വർഷം എടുക്കും ഇതിലേക്ക് മൊത്തത്തിലൊന്ന് മാറിക്കിട്ടാൻ. ഇത്ര പെട്ടെന്ന് റോ ഡാറ്റ ചെയ്യാൻ ഒരിക്കലും എനിക്ക് കുറച്ച് ടൈം എടുക്കും. അനൂപ് ബ്രോ, ഞാൻ പറഞ്ഞിട്ട് കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ പറയാട്ടോ. ഇല്ല, ഞാനത് റീസെന്റ് ആയിട്ട് നീൽ പട്ടേലിന്റെ ഒരു വെബിനാർ കണ്ടു. അപ്പൊ എനിക്കൊന്ന് ആളുകളെ പേടിപ്പിച്ച് വെബിനാറിന് കയറ്റാനുള്ള ഒരു പരിപാടിയാന്ന് തോന്നുന്നു. അങ്ങനെ മാർക്കറ്റിംഗ് പലതും ഉണ്ട്. എന്നുള്ള സാധനം വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. SEO മാറ്റി GEOനെ വളർത്തണം, അതിനുള്ള പരിപാടിയാണ് അത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എങ്ങനെ ആയാലും നമ്മള് അതേ സാധനത്തിന് വേറെ കുപ്പിയിലാക്കുന്നു, അതിന്റെ ചെറിയ സ്ട്രക്ചർ മാറ്റുന്നേ ഉള്ളൂ. ഇപ്പൊ മാർക്കറ്റിംഗ് ഡിജിറ്റലായിട്ട് മാറ്റിയാലും ടാർഗറ്റ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണം, അത്ര തന്നെ ആ ബുദ്ധി തന്നെ ഉള്ളത്. മീൻസ് എത്ര നിങ്ങളെ മാർക്കറ്റിങ്ങിനെ മാറ്റിയാലും ടാർഗറ്റ് ഓഡിയൻസും ക്രിയേറ്റീവും ഈ സാധനങ്ങളും അവർ വായിക്കുന്ന മനുഷ്യനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, മനുഷ്യന്മാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ സിറ്റുവേഷൻ കുറച്ച് മാറ്റുന്നല്ലാതെ ബേസ് ഒക്കെ കണക്കാണ്. കോൺട്രവേഴ്സി ഇതാക്കാം, ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. അതെ. പക്ഷെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ അതിന്റെ ചുറ്റിനും ഉണ്ട്. എന്നുവെച്ചാല് പണ്ടത്തെ പോലെ ഷോപ്പ് എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സാധ്യത വലുതാണ്. ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒറ്റ ക്ലിക്കിൽ തന്നെ മറ്റ് ഓപ്ഷനിലോട്ട് പോകാനുള്ള ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ടിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് കൊണ്ടിട്ടായിരിക്കും അപ്പുറത്തൊരു വെബ്സൈറ്റിലോട്ട് പോവുക അല്ലെങ്കിൽ അപ്പുറത്തൊരു പ്രൊഡക്റ്റിലോട്ട് പോവുക എന്നുള്ളത്. നമുക്കത് ചിന്തിച്ചു കഴിയുമ്പോൾ കുറെ സംഭവങ്ങളുണ്ട്. മറ്റേ പഴയ കാലത്തുള്ള ആൾക്കാരുടെ മൈൻഡിൽ നിന്നിട്ടും ഡിജിറ്റലി ഉള്ള ആൾക്കാരുടെ മൈൻഡിലോട്ട് വരുമ്പോൾ അത് മാറ്റം ഉണ്ടല്ലോ അല്ലെ ഒരു സെഗ്മെന്റില്. അതാണ്. പിന്നെ ഈ മിഡ് ജേണി എന്നൊക്കെ പറയുന്ന ഏരിയാസ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ മിഡ് ജേണി എന്നൊക്കെ പറയുന്ന AI ടൂൾസ്. ആരും ഉപയോഗിച്ചിട്ടില്ല. മിഡ്ജേണി ഫസ്റ്റ് വന്ന അതാണ്. വന്നത്. ഒരു പുള്ളി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സിലാസ്. പറഞ്ഞോ. ഹലോ. മറ്റേ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട് ഞാൻ ഒരു ഇത് വായിച്ചായിരുന്നു. പറഞ്ഞ കുറെ നാളായിട്ട് ഇപ്പൊ ജെൻസി ഒക്കെ ഗൂഗിൾ യൂസ് ചെയ്യുന്നേക്കാളും സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നേക്കാളും ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കിലാ കണ്ടന്റ് സെർച്ച് ചെയ്യുന്നതെന്ന് അങ്ങനെ ഒരു റിസർച്ച് വന്നായിരുന്നു. 45% ഓഫ് ജെൻസി. അപ്പൊ ഇങ്ങനെ സെർച്ച് GPT യൂസ് ചെയ്യുന്നതിനേക്കാളും അതായിരിക്കും ഇച്ചിരൂടെ വരുന്ന ചില ആൾക്കാർ പറയുന്നത്. അപ്പൊ അതൊന്ന് പറയാൻ നോക്കാം. അടിപൊളിയായി. അതൊരു നല്ലൊരു റിസർച്ച് ടോപ്പിക്കാണ്. അത് ഒന്ന് ഇലാബറേറ്റ് ചെയ്യോ? അത് എന്താണ്? അല്ല, എന്തെങ്കിലും കണ്ടന്റ് സെർച്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് എന്തിനെ കുറിച്ചും തേടണമെങ്കിൽ യൂഷ്വലി ജെൻസി കൂടുതലും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലുമാണ് കാര്യം സെർച്ച് ചെയ്യുന്നത് എന്നാണ് ആ റിസർച്ച് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കും അതിന്റെ റീസൺസ് അറിഞ്ഞിടാം. പക്ഷെ 45% ഓഫ് ജെൻസി
കാര്യങ്ങള് ഗൂഗിളിനേക്കാളും ഇതിലാ സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഗൂഗിളിൽ ആ ടേം തന്നെ ഇല്ലേ? ഇപ്പൊ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇത് ഗൂഗിൾ ചെയ്യുക അത് ഗൂഗിൾ ചെയ്യുന്ന ആ ടേം തന്നെ കുറവായി യൂസേജ് ഇപ്പൊ എന്ന് പറയുന്നു. റിസർച്ച് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ആ 2-3 ആർട്ടിക്കിൾസ് ഉണ്ട് ഈ ടോപ്പിക്കിൽ. അപ്പൊ അതും ഈ കാര്യം മനസ്സിൽ വെക്കുന്നതല്ലായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇപ്പം നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ ഇപ്പം ഓരോ കാര്യങ്ങളൊക്കെ? അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇപ്പം നിയർ ബൈ ഹോട്ടൽസ് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഇപ്പം മാപ്പിൽ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാപ്പിൽ അത്യാവശ്യം മാപ്പിലല്ലേ? മാപ്പില് കുറച്ചും കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റയിലും അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതെ ഞാൻ എവിടെയോ കണ്ടു. ഇപ്പം നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കാണണം. അപ്പൊ അതാണല്ലോ ഇതില് മെയിൻ ആയിട്ടുള്ള. ഇൻസ്റ്റാഗ്രാമില് കുറെ വീഡിയോസ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് തപ്പിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ? അതാണല്ലോ അതിന്റെ ഒരു ടാസ്ക്. ശരിയല്ലേ? അപ്പം ഈ വീഡിയോ ഫോർമാറ്റിനെ അത് പിന്നെ വീഡിയോ ഫോർമാറ്റിനെ പിന്നെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാല് ആ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്ന് ഈ പിന്നെ ഇൻസ്റ്റഗ്രാമിന് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴും ആ വീഡിയോ കാണിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ എത്തിക്കഴിഞ്ഞാൽ സക്സസ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടാവണം ഇപ്പൊ. അല്ല, ഹാഷ്ടാഗും പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസും അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് കുറച്ച് രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. അതെ. പിന്നെ ഇതിന് ഈ ഓട്ടോമാറ്റിക്കലി ഇപ്പോ വീഡിയോ സമ്മറൈസേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ PDF ഇതുണ്ടല്ലോ, PDF GPT ഉപയോഗിച്ചിട്ടുണ്ടോ? PDF GPT സമ്മറൈസ് എന്ന് കണ്ട ഒരു സാധനം ഉണ്ട്. നമുക്കിപ്പോ അതില് എന്ത് സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. കോണ്ടാക്സ്റ്റ് ആയിട്ട് ഇപ്പൊ GPT തന്നെ നമുക്ക് കോണ്ടാക്സ്റ്റൽ ഡാറ്റ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറ്റും? PDF ഉപയോഗിക്കാൻ പറ്റും, PPT ഉപയോഗിക്കാൻ പറ്റും, വീഡിയോ ഉപയോഗിക്കാൻ പറ്റും, ഫോട്ടോ ഉപയോഗിക്കാൻ പറ്റും, ടെക്സ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ കോണ്ടാക്സ്റ്റൽ സാധനത്തിൽ ഇപ്പൊ പറ്റിയിട്ടുണ്ട്. ഈ വോയിസ് അടക്കം ഇപ്പൊ പറ്റുന്നുണ്ട്. നമ്മൾ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റുന്നുണ്ട്. ഇനിയുള്ളത് അപ്പൊ അത്രയും രീതിയിലുള്ള കോണ്ടാക്സ്റ്റ് പല രീതിയിലുള്ള സാധനങ്ങൾക്ക് ഇപ്പൊ അതിൽ പ്രോസസ് ചെയ്തിട്ട് അതിൽ എടുക്കാൻ പറ്റും. സമ്മറൈസ് ഇപ്പൊ GPT തന്നെ ചില രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിനൊക്കെ സമ്മറൈസുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബ് ചിലപ്പോൾ സമ്മറൈസിങ് പരിപാടി ചിലപ്പോൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി അവരെ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട്. യൂട്യൂബ് ഇപ്പൊ ഗൂഗിൾ പോയാലും ഗൂഗിളിന്റെ ബാക്കി സബ്സിഡറീസ് അതിലൂടെ ഈ ഒരു ഉള്ളിൽ കൂടിയുള്ള പണി നടന്നുകൊണ്ടേയിരിക്കും. യൂട്യൂബിന് അതിന്റെ ഗ്രോത്ത് കൂടുതൽ തന്നെയാണ് ഒരു കണക്കിന് നോക്കുമ്പോ. എന്നുവെച്ചാല് കൂടുതൽ കണ്ടന്റ് വരുന്നത്, ക്രിയേഷൻ കണ്ടന്റ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. ഇനി അനൂപ് ബ്രോ, പിന്നെ ഒരു ഡി എന്ന് പറഞ്ഞിട്ട് ആരോ അതാരായിരുന്നു? പിന്നെ ആരോ പുതിയ ആളുണ്ടല്ലോ, വേറെ ആരാ? ജസ്റ്റിൻ ഉണ്ട്. ഇവരൊക്കെ അത് ഒരു ഇൻട്രോ എടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ജസ്റ്റിനൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുള്ളതാണ്. DI. അപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്ന AI ടൂൾസിനെ കുറിച്ചിട്ടാണ്. AI ടൂൾസ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ എത്രത്തോളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് പ്രൊഫഷണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മളിപ്പം GPT പറഞ്ഞു. ഇപ്പം GPT അതിന്റെ പ്രീമിയം വെർഷനും കാര്യങ്ങളൊക്കെ എമൗണ്ട് കൊടുത്തിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കോപ്പൈലറ്റ് ആണെങ്കിലും കോപ്പൈലറ്റിന് എമൗണ്ട് ഇല്ലെന്ന് തോന്നുന്നു അല്ലെ? പ്രീമിയം വെർഷൻ എടുക്കാൻ പറ്റുമോ? കോപ്പൈലറ്റിനുണ്ട്. പിന്നെ ഇത് ഗൂഗിളിന്റെ ബാർഡിനുണ്ട്. ബാർഡിന് ജെമിനിയാണ് ഇപ്പൊ ജെമിനി എന്നുള്ള പേരിട്ടിട്ട്. ജെമിനി ഇപ്പൊ ഡെവലപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കുറെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവരൊക്കെ പ്ലാനിങ്ങിൽ അതുണ്ട്. ഇപ്പൊ അതില് അവര് ഇറക്കുമ്പോ തന്നെ അവർ കുറെ കാര്യങ്ങൾ അതിന് ലൈറ്റ് GPT അങ്ങനെയൊക്കെ പല വേർഷൻസ് ആയിട്ട് ഇറക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ അത് ഓർഗനൈസേഷൻ ഉപയോഗിക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ അതിനെ കുറച്ച് കൺസെപ്റ്റുകൾ ഇപ്പോൾ GPT-4 തന്നെ അവര് 4-5 കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയ ഡാറ്റ ലാറ്റൻസി മീൻസ് ചെറിയ നമുക്ക് ഡാറ്റകളും നെറ്റ് സ്പീഡ് ഉള്ളതും കാര്യങ്ങളൊക്കെ അതിന് വരുമല്ലോ. അപ്പോൾ വളരെയധികം പിന്നെ അതുപോലെ തന്നെ നോർമലായിട്ട് നമുക്ക് ഒരു ലോക്കലായിട്ട് കുറച്ച് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു GPT. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ആ പ്ലാറ്റ്ഫോം പിന്നെ പറയാം. മീൻസ് നമുക്ക് എന്ത് ചെയ്യാ, ചാറ്റ് ബോട്ട് ഉണ്ടാക്കുന്ന മാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റം LLM ഒക്കെ ഉണ്ടാക്കിയിട്ട്
നമ്മളത് ഈ രീതിയിൽ ഇതാക്കണൊക്കെ കുറെ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ഓക്കെ. അത് നല്ലൊരു കൺസെപ്റ്റ് ആണ്. അത് അപ്പൊ ചാറ്റ് ബോട്ടിനെ നമ്മൾക്ക് ഉണ്ടാക്കി നമ്മുടെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിട്ട് കഴിഞ്ഞാല് പിന്നെ അത് റെപ്ലിക്കേറ്റ് ചെയ്തോളും. നമ്മുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ അതില് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അല്ലെ, മനസ്സിലായോ? പിന്നെ നമുക്ക് കുറെ ആൻസേഴ്സ് അതിൽ തന്നെ ഇങ്ങനെ കൊടുത്തോളും എന്നുള്ള സെറ്റപ്പ്. അങ്ങനെയൊക്കെ നമുക്ക് GPT നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് ബോട്ടുകൾ ഉണ്ടാക്കി വെക്കാൻ പറ്റും അല്ലെ? അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോഷൻസ് ഉപയോഗിക്കുന്നുണ്ടോ? നോഷനിലൊരു AI ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോഷൻ ഉപയോഗിക്കുന്നുണ്ടോ ആരെങ്കിലും? ഷെബീർ ബ്രോ, ഞാൻ ഒരു വട്ടം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായി. നോഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതില് ഒരു പിന്നെ നോഷനാണോ നോസെൻസ്? നോഷൻ അത് വേറൊന്നുമില്ല, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഈ നോഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ അത് പ്രീമിയം ഉണ്ട്. പക്ഷെ ഫ്രീയിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഞാൻ അതിൽ തന്നെ കുറെ ടേബിളൊക്കെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ GPT നോഷന്റെ AI ടൂൾസ് വെച്ചിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തത്. അപ്പം അതിൽ തന്നെ കുറെ ടെംപ്ലേറ്റ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ടൈം പിടിക്കും. ടെംപ്ലേറ്റ്സിന്റെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടുവേണ്ടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ്. പിന്നെ ഞാൻ നോഷനെ കുറിച്ച് ആരൊക്കെ പറയാനുണ്ടോ? അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഞാൻ പറഞ്ഞ കുറച്ച് നീളം കൂടും. നോഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് അതില് കുറെ ഇൻഫാക്ട് സോഷ്യൽ മീഡിയ കാലണ്ടർ ഒക്കെ അതിലിട്ടായിരുന്നു ചെയ്യുന്നത്. കുറെ എല്ലാം ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ വെബ്സൈറ്റിന്റെ എല്ലാ പേജും അതിൽ അപ്ലോഡ് ചെയ്ത് ഒരു കണ്ടന്റ് അഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തായിരുന്നു. അത് അങ്ങനെ കുറെ യൂസ് ചെയ്തായിരുന്നു. അതിൽ AI അത്രയും യൂസ് ചെയ്തില്ല, പക്ഷെ നോഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പിന്നെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? സോഷ്യൽ മീഡിയ എല്ലാം നോഷൻ വെച്ചിട്ട്. അതും ഞാൻ ചെയ്തിട്ടില്ല. നോഷൻ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നെയാണ് അത് കൂടുന്നത്. അപ്പൊ അതിലൂടെ നോഷൻ ബട്ടണ് ഭയങ്കര ക്ലിക്കായത്. നോഷൻ എന്ന് പറഞ്ഞാൽ 2013 തുടങ്ങിയ കമ്പനിയാണ്. അത് ക്ലിക്കായത് മെയിൻലി ഇത് ഓർഗനൈസിങ് എന്നുള്ള ഒരു പരിപാടിയാണ്. ഓർഗനൈസിങ്, നമുക്ക് എന്തൊക്കെ പരിപാടി, ഇവന്റ് ആയിക്കോട്ടെ, എന്ത് നമുക്ക് ഓർഗനൈസ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു പരിപാടിയാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ, നല്ല പൈസ കൊടുത്തിട്ടൊക്കെ ഉള്ള ടെംപ്ലേറ്റ്സുകളുണ്ട്. ഇതിപ്പോ ഗംറോഡിലൊക്കെ അത്യാവശ്യം വിറ്റ് പോകുന്ന സാധനമാണ് നോഷൻ ടെംപ്ലേറ്റ്സ്. ഫ്രീലാൻസിന് ഇഷ്ടംമാതിരി ടെംപ്ലേറ്റ്സുകളുണ്ട്, ഫ്രീലാൻസിങ് ടെംപ്ലേറ്റ്സുകളുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻവോയ്സ് ഉണ്ടാക്കൽ, അതുപോലെ തന്നെ പിന്നെ ഒരു ക്ലയന്റ് ഓൺ ബോർഡിങ്, പിന്നെ ക്ലയന്റിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ നല്ല ചെക്ക് ലിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് മെയിൻലി പ്ലാനിങ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു നമ്മളെ ടൈം പ്ലാൻ ചെയ്യാൻ പറ്റൂലേ, നമ്മളെ ഹവർ പ്ലാനിങ്. അങ്ങനെ ആ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്നുള്ള ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനമാണ്. അതിൽ CRM വരെ ഉണ്ട്. അതിന്റെ CRM ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഈ ടു ഡു ലിസ്റ്റിന്റെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയിട്ടുള്ള വേർഷൻ അല്ലേ? ഞാൻ പണ്ട് ടു ഡു ലിസ്റ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു മാസമായിട്ടുള്ളൂ ഞാൻ അതിൽ കയറിയിട്ട്. ഈ നോട്ട് എന്ന് പറയുന്ന സംഭവം അറിഞ്ഞിട്ടും ഞാൻ അതിൽ കയറിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അത് കുറച്ച് ആദ്യം നമ്മൾ കാണുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പിന്നെ അത് പരിചയമാവും. അത് വേറെ കാര്യം. ഒരു ടു ഡു ലിസ്റ്റിന്റെ അപ്ഗ്രേഡുകൾ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. വോയിസ് അതിൽ പറ്റും, വോയിസിന്റെ മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് PDF ആയിട്ട് എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ അഡീഷണൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് വേറെയുള്ള ഇതിനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ നോഷൻ കേട്ടത്, ഞാൻ റിയാക്ട് നേറ്റീവിൽ ചെയ്യുമ്പോൾ നോഷൻ ബട്ടൺ ഇറങ്ങിയപ്പോൾ ഓട്ടോമേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാനത് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാനത് കഴിഞ്ഞ വർഷമാണ് ഞാനത് കേൾക്കുന്നത്. അതിനുശേഷം ഞാനിത് നോക്കിയത്. അപ്പൊ ഞാൻ നോഷൻ ബട്ടനെ കുറിച്ച് അയച്ചപ്പോഴാണ് നോഷനെ കിട്ടിയത്. അന്ന് നോഷൻ അത്ര ക്ലിക്കായി വരുന്നത്. ഇപ്പൊ നല്ല ഒരുവിധ ഏജൻസീസ്, ഇപ്പൊ ബാംഗ്ലൂരിലെ ഏജൻസി ഒരുവിധ ആൾക്കാരൊക്കെ നോഷൻ ഉപയോഗിക്കുന്നുണ്ട്. ലൂമ കേട്ടിട്ടുണ്ടോ? ലൂമ ഈ ഇവന്റുകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ ലൂമയിൽ കൂടുതലും നമ്മൾ എന്ത് ചെയ്യും, അത് ഈ ഫോമുകൾ ഉണ്ടല്ലോ, ഫോം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ
അതില് നമ്മള് എന്ന് നോഷനായിട്ട് കണക്ട് മനസ്സിലായില്ല. ചെയ്ത് നമ്മൾ ഇവന്റുകൾ നോഷനായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ നല്ല സുഖമാണ്. നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ ലൂമ അതിൽ പെയ്ഡിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അത് അവര് ആക്റ്റീവ് അല്ല. അപ്പൊ വേറെ നമ്മള് റഫർ പേജ് ഒക്കെയാണ് ഉപയോഗിക്കാറ്. അപ്പോ പിന്നെ ഈ ഒരു മെത്തേഡ് എന്താ വെച്ചാല് പക്ഷെ ഈ നോഷനായിട്ട് ഇന്റഗ്രേഷൻസ് നല്ല സുഖമാണ്. അതുപോലെ തന്നെ നോഷൻ ഡാറ്റാബേസ് ഉണ്ട്. ഡാറ്റാബേസ് നമുക്ക് വെബിനെറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിലുള്ളത്. ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ആർക്കൊക്കെ നോഷന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ബ്രോ ടെംപ്ലേറ്റ്സുകൾ സിലാസ് ആയിക്കോട്ടെ അതിന്റെ ടെംപ്ലേറ്റ്സ് ഏതെങ്കിലും ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് അയക്കും. ഞാൻ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. അതിന്റെ അതുപോലെ തന്നെ ഈ കണ്ടന്റ് എങ്ങനെ നമ്മൾ മെർജ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ടെംപ്ലേറ്റ് കേട്ടില്ല. അതിലുള്ള ടെംപ്ലേറ്റ്സ് ഫ്രീ ടെംപ്ലേറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിലേ ബ്രോ പറഞ്ഞില്ല ഇപ്പൊ കാലണ്ടർ സോഷ്യൽ കാലണ്ടറോ അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ ഉള്ളത് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ലിങ്ക് മീൻസ് അതിനൊരു പബ്ലിക് ടെംപ്ലേറ്റ് ലിങ്ക് ഉണ്ടാവും. അത് ഇഷ്ടം പോലെ അതില് പക്ഷെ അതല്ല ഉപയോഗിച്ചത് ഒരാൾ പറയാം ഒരാൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കുറെ അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് റെഫർ ചെയ്ത് ഒരാൾ കിട്ടുമ്പോ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പണി കിട്ടി നിൽക്കുന്ന ഒരു കാര്യം. ഇതിപ്പോ ഇതിന് മാത്രം ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്തിട്ട് അതൊന്ന് കസ്റ്റമൈസ് ചെയ്ത് അതിൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ഇടുക എന്നുള്ളതാണല്ലോ ഇതിന്റെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം അല്ലെ. അത് ഞാൻ ഇപ്പം അതിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുമേ ഏതാണ് എനിക്ക് ഇന്ന പർപ്പസിനാണ് ഇതാണ് അപ്പൊ ഏത് പിന്നെ ടെംപ്ലേറ്റ് ആണ് ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിലൊക്കെ അയച്ചു കൊടുത്താൽ നമുക്ക് ആ ടെംപ്ലേറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അടിച്ചു കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓരോന്നൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരുവാണ്. ഓക്കെ ഞാൻ അത് ഇടാം, ഫീഡ്ബാക്ക് ഇടാം. അതാണ്. പിന്നെ പറയുവാണെങ്കിൽ വേറെ ടൂൾസ് ഇതായിട്ട് നിൽക്കുന്ന ഏതാ ഉള്ളെ? വേറെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ടൂൾസ് ഒക്കെ ഹബ്ബ് ഒരു ഹബ്ബ് ഉണ്ടെന്ന് തോന്നുന്നു. ഹബ്ബ് പോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. വെബ്സൈറ്റ് ഉണ്ടോ ടൂൾസ് മാത്രമായിട്ട്. അത് ഞാൻ ഈ അടുത്തെന്തോ ഇട്ടിട്ടുണ്ടായി അതിന്റെ ലിങ്ക്. അതിലെടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, പിന്നെ അതുപോലെ തന്നെ SEO പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതില് കുറെ ടൂൾസ് ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ഏതാന്ന് വേണ്ടതെന്ന് വെച്ചാല് നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും. അത് ഞാൻ നോക്കിയിട്ട് ഒന്നും കൂടെ ഇടാം. അപ്പൊ ഈ ടൂൾസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണ് എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ടുള്ളത്. അതാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതൊക്കെ ഉപയോഗിക്കാൻ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ടൈം ടൂൾസ് നമ്മൾ ചെയ്ത് തന്നെ നോക്കണം അല്ലെ? അതാണ് കൂടുതൽ എനിക്ക് അങ്ങോട്ട് പോവാൻ. ഞാൻ ദിവസം ഒരു AI ടൂൾ പഠിക്കും. അതാണ് എന്റെ പഠനമാണല്ലോ ഞാൻ അതിൽ വിടുന്നത്. ദിവസം ഒരു AI ടൂൾ അല്ലെങ്കിൽ ഒരു പുതിയ ടൂൾ പഠിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കൊടുത്തത്. ഞാനിപ്പോ ഇത് 30 ദിവസമായിട്ട് ഇപ്പൊ ഞാൻ അത്യാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാനത് എക്സിൽ ഇടുന്നുണ്ട്, കോറയിൽ ഇടുന്നുണ്ട്. പക്ഷെ ഞാനിത് എന്റെ ഇന്റൻഷൻ ഇത്രേ ഉള്ളൂ. അത് വലിയ വൈഡായി സ്പ്രെഡ് ആവണമെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കണേ. ഞാനത് അവിടെ ഇട്ട് വെക്കുക. അതാണ് എന്റെ ഉദ്ദേശം. അത് കയറുകയാണെങ്കിൽ കയറട്ടെ, അല്ലെങ്കിൽ ഈ കൂടുതൽ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ പോപ്പുലേറ്റഡ് ആയി നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല ലീഡ്സ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ പിന്നെ മെയിൻലി എന്താ വെച്ചാൽ ഞാൻ ഈ പേരുകൾ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ. ഈ ടൂൾസിന്റെ പേരുകൾ പഠിക്കുക. ടൂൾസ് കേട്ടിട്ടുള്ള ടൂൾസുകൾ ഇഷ്ടംമാതിരി ഉണ്ട് എന്നും അത് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മെയിൻലി. ഇപ്പോൾ ഓരോന്നിനും കോർ കോമ്പിറ്റൻസുകൾ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GPT ഉണ്ട്. GPT അല്ലാതെ വേറെ ഇഷ്ടംമാതിരി LLMs ഉണ്ട്. നമ്മള് അത് എടുക്കുമ്പോ GPT എന്ന് പറയുന്നതിന് അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ AI ഏജന്റ് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഈ GPTന്റെ AI ഏജൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഓട്ടോമേറ്റ് ചെയ്യുന്ന വേറൊരു കൺസെപ്റ്റുകളുണ്ട്. അത് ഏജന്റ് അപ്പോ എന്താ അത് GPT മാതിരി തന്നെ LLMsനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ അവർ API നമ്മളിപ്പോ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മൊബൈലിന് പ്രോംപ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് API വെച്ചിട്ട് നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയില്ലേ മിഡ് ജേണി, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി ബേസ് സാധനങ്ങൾ പ്രവർത്തിക്കുന്നത്.
എല്ലതും ഒരു രീതിയിൽ തന്നെ അത് എന്ത് ചെയ്യാണ്, പിന്നെ അതിന്റെ സാധനങ്ങൾ തന്നെ പല രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ഡാറ്റാബേസ് കൊടുക്കുന്നു. പക്ഷെ പ്രോസസ്സ് ചെയ്യണത് ഒരു ഏജന്റ് ആയിരിക്കും, പല ഏജന്റിനുള്ള ഇതിലാണ് കൂടുക. അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡാറ്റ കൊടുക്കും ചെയ്യുക, അതുപോലെ തന്നെ അവരെ ബേസിക് നോളജ് ഇതിലുണ്ടാക്കും ചെയ്യുക. അപ്പൊ ഏജൻസ് ആയിട്ട് കുറെ ഏജന്റ്, അതിനുള്ള ഓട്ടോമേഷൻ ടൂൾസ് അതുമായിട്ട് വേറെ പല ഏരിയാസ് ഉണ്ട്. അതൊക്കെ ഞാൻ എന്താ GPT തന്നെ പല ആൾക്കാരുടെ ഷെയർസ് ഉണ്ടല്ലോ. ഇപ്പൊ കോപ്പൈലറ്റിന്റെ ആ ഒരു ടീമിന്റെ ഒക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക് GPTയില് ഇല്ലേ. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജിൽ ഇവരെല്ലാം ഒരു വലിയൊരു ഇൻവെൻഷന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം പുറകെ നിന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഇതൊന്ന് സക്സസ് ആയി കിട്ടിക്കഴിഞ്ഞാല് അവരുടേതായിട്ടുള്ള റൂട്ടിൽ അവരെ അത് കൊണ്ടുപോകും. അത് വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് ടൂൾസ് അല്ലെങ്കിൽ എല്ലാം ഇറക്കും. ആണല്ലോ പുതിയൊരു റേസ് ചെയ്തിട്ടുണ്ടായി. അല്ല, ഞാൻ ജനറൽ ആയിട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, എങ്ങനെയാ ഏത് ടൂളാ യൂസ് ചെയ്യുന്നത്, കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോ കൂടുതൽ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന 2-3 ഉള്ളൂ ബേസിക്കലി. ഒന്ന് ഗ്രാമർലി, ബേസിക്കലി കണ്ടന്റ് കുറെ വരുന്നോണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കറക്റ്റ് ചെയ്യും. ഗ്രാമർലിയിൽ ചെയ്തു അത് ഓട്ടോമാറ്റിക് ആയി എക്സ്റ്റൻഷൻ യൂസ് ചെയ്യും, അപ്പൊ അങ്ങനെ കറക്റ്റ് ആവും കണ്ടന്റ്. വേറെ ഒന്ന് നൈറ്റ് കഫേ ക്രിയേറ്റർ എന്ന് പറഞ്ഞുണ്ട്. അത് AI ഇമേജ് ജനറേറ്റർ ആണ്. അതില് എല്ലാ ദിവസവും 5 ക്രെഡിറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും. അതല്ലാതെ ലൈക്ക് ചെയ്താൽ കുറെ ക്രെഡിറ്റ്സ് കിട്ടും. സോ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ക്രെഡിറ്റ്സ് കിട്ടാനായിട്ട്. ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ 0.5 ക്രെഡിറ്റ്സേ ഉള്ളൂ. ഒരു ഹൈ ക്വാളിറ്റി ഇമേജ് ജനറേറ്റ് ചെയ്യാൻ 1 ക്രെഡിറ്റ് എടുക്കും. അങ്ങനെയൊക്കെയാണ്. അത് നല്ല സാധനം. ഞാനത് യൂസ് ചെയ്ത് ബ്ലോഗിന്റെ ഇമേജിനായിട്ടും പിന്നെ ഈവൻ സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ടും അങ്ങനെ കുറെ ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത്. പിന്നെ അവസാനത്തേത് മെയിൻ സാധനം ChatGPT ആണ്. അത് കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി ഇപ്പോ ഒരു ദിവസം ഇന്റർവ്യൂക്ക് പോയപ്പോഴും ഞാൻ അത് യൂസ് ചെയ്തായിരുന്നു. ബേസിക്കലി ഡേറ്റ അനാലിസിസ് ചെയ്യാനായിട്ട് അവര് എക്സൽ ഷീറ്റിൽ ഒരു 30,000 സെറ്റ്സ് ഓഫ് ഡേറ്റ തന്നു. അപ്പൊ ഞാൻ ആ എക്സൽ ഷീറ്റ് ChatGPTയിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിലോട്ട് പ്രോംപ്റ്റ് കൊടുത്തു. അത് തന്നെ അനലൈസ് ചെയ്ത് തന്നു. ആ ഇന്റർവ്യൂവിൽ അവർ ചോദിച്ച് കുറച്ച് ഇംപ്രൂവ്മെന്റ് സജസ്റ്റ് ചെയ്യുക. അപ്പൊ ChatGPTയിൽ ഞാൻ പ്രോ വേർഷനും യൂസ് ചെയ്തിട്ടുണ്ട്. അതിലാണെങ്കിൽ കൂടുതൽ കുറെ വിഡ്ജറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആഡ് ചെയ്താൽ ഇച്ചിരൂടെ എളുപ്പമാണ് കുറെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ എന്റെ ഒരു ഇതില് AI ഫൈനൽ കണ്ടന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ AI ഹെൽപ്ഫുൾ അല്ല. ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടാനും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനും അതിനൊക്കെയാണ് ഹെൽപ്ഫുൾ. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹ്യൂമൻ എഫേർട്ട് തന്നെ അതിലിടണം ഫൈനലൈസ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. അതാണ് എന്റെ ഒരു ഫിലോസഫി AI നോക്കുമ്പോൾ. ഈ 3 ഞാൻ ഇപ്പത്തേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. വലുതായിട്ട് അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ വേറെ ഇത് കണ്ടുപിടിക്കാൻ വലുതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഗ്രൂപ്പിലിടുന്ന ചിലപ്പോ ചെക്ക് ചെയ്യും, നല്ലതാണെങ്കിൽ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. അത് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു റിപ്ലൈയും കൂടി ഇടുവാണെങ്കിൽ മറ്റുള്ളവർക്കാണേലും ഉപകാരപ്പെടും. അതനുസരിച്ച് ആൾക്കാർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അത് നല്ലതാണ്. പിന്നെ ഈ നൈറ്റ് കഫേ ക്രിയേറ്റർ നല്ലതാണ് ഈ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ. ഏതാണ് മനസ്സിലായില്ല. നൈറ്റ് കഫേ ക്രിയേറ്റർ ചാറ്റിലിടാം. ക്രിയേറ്റർ. ഓക്കെ. നൈറ്റ് കഫേ ക്രിയേറ്റർ അത് എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? അത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ. അപ്പൊ കുറെ സ്റ്റൈലിൽ അത് ജനറേറ്റ് ചെയ്യും. ആക്ച്വൽ ലൈവായിട്ട് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് വേണമെങ്കിലും അങ്ങനെയും ജനറേറ്റ് ചെയ്യും, അല്ലാതെ ആനിമേഷൻ ആണെങ്കിലും അങ്ങനെയും ജനറേറ്റ് ചെയ്യും. അപ്പൊ കുറെ ഇതിന് അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതാണ് മറ്റേ ക്രെഡിറ്റ് ആദ്യം കിട്ടും. ഒരു ദിവസം ഇത്ര ക്രെഡിറ്റ് വെച്ചിട്ട് കിട്ടും അല്ലെ? ഒരു ദിവസം 5 ക്രെഡിറ്റ്സ് കിട്ടും. അതല്ലാതെ വേറെ ആൾക്കാരുടെ ഇത് ലൈക്ക് ചെയ്താൽ അങ്ങനെ എക്സ്ട്രാ ക്രെഡിറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ ഒരു ദിവസം എത്രയും ഒരു 20-25 വരെയും കിട്ടാം. അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല ഈസി ആയിട്ട്. ഇപ്പം മെറ്റ AI ചെയ്യുന്ന പോലെ
കസ്റ്റമൈസ് എന്ന് പറയുമ്പോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യായിരിക്കും. അല്ല അതിൽ ലൈവായിട്ട് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോ അങ്ങനെ ബേസിക്കലി ഒരു സ്റ്റൈല് ചൂസ്, ഫ്രീ വേർഷനിൽ ഒരു സ്റ്റൈല് ചൂസ് ചെയ്യണം, പിന്നെ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കണം ഡീറ്റെയിൽഡ് ആയിട്ട്, എന്നിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ എല്ലാ ഇമേജും ഇവോൾവും ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആ ഇമേജ് ഇവോൾവ് ചെയ്യാം, പിന്നെയും വേറൊരു പ്രോംപ്റ്റ് കൊടുത്ത്. അപ്പൊ അങ്ങനെ ഓപ്ഷൻസ് ജനറേറ്റ് ചെയ്ത പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അതിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണോ? അതില് ഡയറക്റ്റ് എഡിറ്റ് ഇല്ലെന്ന് തോന്നുന്നത്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും. അത് പ്രോ വെർഷൻ ആയിരിക്കും. അപ്പൊ ആയിരിക്കും. ഞാൻ അതിന്റെ പ്രോ യൂസ് ചെയ്തിട്ടില്ല. മെറ്റയില് ഫ്രീ വേർഷനിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്താ അതിൽ അടിച്ചു കൊടുക്കുകയാണല്ലേ നമുക്ക് അതിൽ മാറ്റാൻ വേണ്ടി പറ്റും. ഞാൻ മറ്റേ ട്രൈ ചെയ്തിട്ടില്ല, അതൊന്ന് ചെക്ക് ചെയ്യാം. അത് ക്രോമില് കയറിയിട്ട് മറ്റേ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ആ പ്ലാറ്റ്ഫോം കിട്ടും. അതിൽ കയറിയിട്ട് ജനറേറ്റ് ഇമേജ് എന്നുള്ള ഇമേജ് അടിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് അപ്പം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു പെൻസിലിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഇത് കിട്ടും, താഴത്ത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ചാറ്റ് ജിപിടി പറഞ്ഞത് ലൈക്ക് ഇപ്പൊ നമുക്ക് പ്രോംപ്റ്റ് അറിഞ്ഞൂടെങ്കിലും നമ്മൾ എന്തെങ്കിലും എനിക്കിതാണ് എന്റെ വർക്ക് ഇതാണ്, അപ്പൊ ഒരു നല്ല പ്രോംപ്റ്റ് ചാറ്റ് ജിപിടിയോട് തന്നെ ചോദിക്കാം പ്രോംപ്റ്റ് അയക്കാൻ, ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റിക്വയർമെന്റ് കൊടുത്തിട്ട്. അതൊരു ഹാക്കിംഗ് അല്ല. അപ്പൊ എന്റെ ഒരു ഇതില് അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട്. കാരണം കുറെ ഫങ്ഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റി. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഇത് ഡേറ്റ അനലിസിസ് ചെയ്യാനും അങ്ങനെ കുറെ കാര്യങ്ങൾ. പ്രോ വേർഷനിലെ വെബ്സൈറ്റ് SEO അനാലിസിസും തരും. അപ്പൊ അങ്ങനെ കുറെ ചെയ്യും. SEO അനലൈസ് ചെയ്ത് തരും അല്ലെ? ഇപ്പൊ നമ്മള് പ്രോ വേർഷനില് നമ്മളിപ്പം വെബ്സൈറ്റ് ഇട്ട് കഴിഞ്ഞാല് അതിന്റെ SEO ഇത് തരുമോ? ഒരു പേജ് ഇട്ട അതിന്റെ SEO ഓഡിറ്റ് തരും. ഓഡിറ്റ് കിട്ടും അല്ലെ? അപ്പൊ മറ്റുള്ള പ്ലാറ്റ്ഫോംസിന് വിഷയമാണ് അല്ലെ? ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് ചാറ്റ് ജിപിടി. അതാ എന്താ വെച്ചാല് ഇങ്ങനെയുള്ള SEO ഓഡിറ്റിന്റെ ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ അല്ലാതെ ഉള്ള, അവർക്കൊക്കെ ഒരു ത്രെട്ടണിങ് ആയിരിക്കും ഈ ഒരു. ഞാൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന SEO സ്പൈഡർ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓഡിറ്റിന്. പിന്നെ അതുപോലെ ഇപ്പം GPT എന്ന് പറയുന്ന സംഭവം അവര് ഉദ്ദേശിക്കുന്നതും 3D ലെവലിലുള്ള എല്ലാ ഐറ്റംസും അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. ഇപ്പം വീഡിയോ ക്രിയേഷൻ ആണെങ്കിലും പോസ്റ്റർ ക്രിയേഷൻ ആണെങ്കിലും ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നതാണേലും അല്ലെ? അതെ, പക്ഷെ നമ്മൾ ഒരിക്കലും AI ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല, എൻഡ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. കാരണം അതൊരിക്കലും ഹ്യൂമൻ ഇന്റലക്റ്റിന് മാച്ച് ആവില്ല എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. അതാണ് എടുക്കേണ്ടത്, അതാണ് കറക്റ്റ്. ഒരിക്കലും ഫൈനലായിട്ട് അതിനെ ഉപയോഗിക്കാൻ പാടില്ല. അതിൽ നിന്ന് നമുക്ക് നമ്മളേതായ രീതിയിൽ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്താനോ അല്ലെങ്കിൽ നമ്മളേതായ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാക്കിയതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളേതായ പെർസെപ്ഷനും കൂടി ആഡ് ചെയ്താലും വേണ്ടിയില്ല, എന്നാലും പ്രശ്നമില്ല. മീൻസ് അതിനോട് വെച്ചിട്ട് അതിനൊരു സ്റ്റൈല് കിട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് ഒരു കിക്ക് സ്റ്റാർട്ട് ഉണ്ടല്ലോ, ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അത് മെയിൻലി പിന്നെന്തായി 80%, 30%, 50%ഓളം ആ പ്രോബ്ലം ഉണ്ടായോ. ഇപ്പോൾ ഒരു ബിഗിനറിനായിക്കോട്ടെ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്ട് ഒഴിവാക്കുക. പിന്നെ നമുക്ക് അതിന് പ്രോ ആക്കാനും പിന്നെന്ത് ചെയ്യുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ പ്രോ ലെവലാക്കാനും ഉണ്ടെങ്കിൽ പ്രോ ലെവലിലുള്ള രീതിയിൽ ഇത് ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഭയങ്കര നല്ലൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചില്ലേ, നമ്മളിപ്പം നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഈ ടൂൾസ് എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പൊ മറ്റേ APIയുടെ കാര്യം എന്ന് പറഞ്ഞത് ഓക്കെ, അപ്പൊ API വെച്ചിട്ടായിരിക്കും അല്ലെ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക? യെസ്, അത് കോളുകൾ അനുസരിച്ച്. ഞാൻ GPT തന്നെ ഞാൻ എൻ്റെതായ ഒരു സാധനം ഉണ്ടാക്കിയിരുന്നത് ഫ്രീ ആയിട്ട്. പിന്നെ API കോൾസ് ആദ്യം GPT കൊടുത്തു തന്നിരുന്നു.
അപ്പോൾ ഞാൻ എൻ്റെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിലാണ് സെർച്ച് ചെയ്തിരുന്നത്. അപ്പോൾ API കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി ക്രെഡിറ്റ് കാർഡ് വേണം, അത് ബ്ലോക്ക് ആക്കി. പക്ഷെ ആദ്യം നമുക്ക് അതെന്താ വെച്ചാൽ APIയിലൂടെ കുറേ കാര്യങ്ങൾ ആൾക്കാർ കസ്റ്റമായിട്ട് ഉപയോഗിച്ചിട്ട് അത്രയും ഡാറ്റ ഉപയോഗിക്കും. ഒക്കെ നിങ്ങൾ ലാസ്റ്റ് ഉദ്ദേശം എന്താ, ഡാറ്റ സെറ്റ് മാത്രമാണ്. ആൾക്കാർ യൂസ് ചെയ്യുമ്പോഴാണ് പല സിനാരിയോ കിട്ടുള്ളൂ. അപ്പൊ ഫ്രീ ആയിട്ട് കൊടുത്തതിന് കിട്ടിയതിന് ശേഷം പ്രോ ആക്കി കൊടുക്കണം. ഇവിടെ പ്രോ വേർഷനിൽ എന്ത് ചെയ്യും, ഈ കുറെ ആൾക്കാരെ ഡാറ്റയും കൂടി ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്ത് വരികയാണ്. ട്രെയിനിങ് നടത്തിക്കൊണ്ട്